നമുക്ക് വേറെ ടോപ്പിക്കാണ് പണം. പണത്തിനെ കുറിച്ചിട്ടാണ്, പണത്തിനെ കുറിച്ചിട്ട് ഡെഫിനിഷൻ. പണം ജീവിക്കാൻ ആവശ്യമുണ്ട്, പക്ഷെ പണം അല്ലതല്ല. പണം എല്ലാം ആയി കഴിഞ്ഞാൽ മൂല്യങ്ങൾ പോകും. ജീവിക്കണമെങ്കിൽ പണം വേണം, പക്ഷെ പണം അല്ല ജീവിതം. പണ്ട് ദുൽഖർ സൽമാൻ്റെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ലക്കി ഭാസ്കർ. അതിൽ പറയുന്നുണ്ട് പണം എൻ്റെ മണി ഈസ് പവർ. അതായത് എൻ്റെ കയ്യിൽ പൈസ, എൻ്റെ കയ്യിൽ പൈസ. കല്യാണം കഴിച്ചാലും മാരീഡ് ലൈഫ് ആണെങ്കിൽ കുറച്ച് പണം ആവശ്യമുണ്ട്. പണം ഫാക്ടറാണ്, അത് നമുക്ക് ഐ നീഡ് മണി, എനിക്ക് പണം ആവശ്യമുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് ഓൺ മണി. ഡ്രൈവിംഗ് ഫോഴ്സ് പണം ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയല്ല സിനിമയോട് ഭയങ്കര പാഷനാണ്. മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ കാര്യം മാറ്റി കിട്ടുക. അപ്പോൾ ആറാട്ടനെ ഡെയിലി വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഒക്കെ ഒന്ന് ഫിലിം കാണുന്നത് എന്തുകൊണ്ടാണ്? ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പറ്റേ എനിക്ക് കാറിനോട് ഗ്രേസില്ല, ഇലക്ട്രോണിക് ഐറ്റംസ് ഗ്രേസില്ല, കള്ളുകൂടിയില്ല, സിഗരറ്റ് വലിയില്ല, പെൺവടിയില്ല, ഒരു ബാഡ് ഹാബിറ്റും ഇല്ല. ഇത് കൂടാണ്ട് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. ആകെയുള്ള എന്റർടൈൻമെന്റ് പറയുന്നത് സിനിമ കാണണം. 150 രൂപ ടിക്കറ്റ് എടുത്ത സിനിമ കാണണം. വേറെ ഒരു ചെലവ് എനിക്കില്ല, വേറെ ഒരു ചെലവില്ല. വളരെ സിമ്പിൾ ലൈഫാണ് ലീഡ് ചെയ്യണം. എനിക്ക് ഒരു സ്പെസിഫിക് ഹോബീസ് ഇല്ല, ഒരു ബാഡ് ഹാബിറ്റ്സും ഇല്ല. ആകെയുള്ളതാണ് സിനിമ കാണുക മാത്രമേ ഉള്ളൂ. അതും ഞാൻ വെള്ളിയാഴ്ച മാത്രം വനിതാ തിയേറ്ററിൽ പോകണം. ഇവന്മാർ പറയുന്നത് ഡെയിലി വനിതാ തിയേറ്ററാണ് എന്റെ താമസവും. അത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആറാട്ടനെ. ഞാൻ കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, പണം വേണം ജീവിക്കാൻ, അല്ല ജീവിതം. ഞാൻ പണമല്ല ജീവിതം. പക്ഷെ ഇത് ഇപ്പൊ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഫിനാൻഷ്യലി ആറാട്ടനെ സെറ്റിൽ ആയതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യൽ സെറ്റിലായി. കാരണം ഞാൻ 3 ഓൾ ഇന്ത്യ അറ്റംപ്റ്റ് ചെയ്ത് കിട്ടിയാണ് 45,000 സ്കോളർഷിപ്പ്. പിന്നെ ഞാൻ പറഞ്ഞതല്ല, പണം വേണം, പക്ഷെ പണം അല്ല എല്ലാം. ഇപ്പൊ എനിക്ക് പണം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര രൂപ ഉണ്ടാക്കായിരുന്നു. ഇപ്പൊ എന്റെ പേരിൽ നടന്ന ബിസിനസിന്റെ 1% പോലും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2.5 വർഷം എന്റെ പേരിൽ എത്ര മീഡിയക്കാർ എത്ര രൂപ ഉണ്ടായിരിക്കണം. ഞാൻ എത്രയോ മീഡിയക്കാർക്ക് രൂപ വാങ്ങിക്കാൻ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പണം ഫാക്ടറാണ്. പണം ആവരുത് മെയിൻ തിങ്. പണം ആവശ്യമുള്ളൂ. ജീവിക്കണമെങ്കിൽ പണം വേണം, കല്യാണം കഴിക്കണമെങ്കിൽ പണം വേണം. പക്ഷെ പണം മാത്രമല്ല ജീവിതം. ജീവിതം പണം മാത്രം ആയിക്കഴിഞ്ഞാൽ മൂല്യങ്ങൾ പോകും, പിന്നെ എല്ലാം പോകും. ഞാൻ പറഞ്ഞത് ആറാട്ടിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ ഫാക്ടറാണ്, പണം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പണം ഉണ്ടെന്ന് പറയാം. എന്റെ ഭാഗത്ത് ഒരു പണം ഉണ്ടായില്ല, ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയത് വേണം ജീവിക്കണമെങ്കിൽ. അതാണ് അമേരിക്കാൻ പറഞ്ഞത്, ഐ നീഡ് മണി. എനിക്ക് പണം ആവശ്യമുണ്ട്, പക്ഷെ ഡ്രൈവിംഗ് ഫോഴ്സ് പണമല്ല. ഡ്രൈവിംഗ് ഫോഴ്സ് പണമാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ ആൾക്കാരെ എത്ര രൂപ ഉണ്ടാക്കിയ വെള്ളം പോയില്ലേ. പണത്തിന് പുറകെ പോയി കഴിഞ്ഞാൽ വാല്യൂസ് പോകും. പക്ഷേ ജീവിക്കണമെങ്കിൽ പണം വേണം, കല്യാണം കഴിക്കണമെങ്കിൽ പണം വേണം. പണം ഇല്ലാതെ കല്യാണം ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. പണം ഫാക്ടറാണ് ലൈഫിലാണ്, പക്ഷെ പണം അല്ല ജീവിതം. അപ്പോൾ ഒരു 15,000 രൂപ, അതായത് 15,000 അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാലറി ഉള്ള ആൾക്കൊക്കെ ഇന്ന് ജീവിക്കാൻ പറ്റുമോ? സിമ്പിൾ ലൈഫാണെങ്കിൽ കുഴപ്പമില്ല. അവരുടെ ലൈഫിന് ജീവിതം പോലെയിരിക്കും. എത്ര പേര് സിമ്പിളായി ജീവിക്കുന്നു. എൻ്റെ ഭാഗത്ത് ഒരു കാലത്ത് 2 രൂപ കൊണ്ട് ജീവിച്ച് മനസ്സിലാണ്. അന്നത്തെ 2 രൂപ വളരെ വലിയ രൂപയാണ്. അപ്പോൾ നമ്മൾ ജീവിക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോലെ ഇരിക്കും, നമ്മുടെ ചെലവ് പോലെ ഇരിക്കും. നമ്മൾ സിമ്പിൾ ലൈഫിൽ ലീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാം. ലക്ഷറീസ് ആവാം. നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട്സ് കുറയുക, അല്ലെങ്കിൽ അങ്ങനെയുണ്ട്. കൂട്ടുകെട്ട് എല്ലാം വരുന്നത് പണമുള്ളപ്പോഴാണ്. പണമുള്ളപ്പോഴാണ് എല്ലാ ബന്ധങ്ങളും ഉള്ളത്. പണം ഇല്ലാതാകുമ്പോൾ ആരും ഉണ്ടാവില്ല. പണം കിട്ടുമ്പോൾ ആളുകൾ മാറുന്നത്, പല ആൾക്കാർ മാറുന്നത് പണം കിട്ടുമ്പോഴാണ്. പണം ഉള്ളപ്പോഴാണ് എല്ലാവരും ഉള്ളത്, ഫ്രണ്ട്സും എല്ലാം. പണം ഇല്ലാതാകുമ്പോൾ ആരും ഉണ്ടാവില്ല. ഞാൻ തന്നെ എത്രയോ പേര് ഹെൽപ്പ് ചെയ്തു ഫിനാൻഷ്യലി. പണം എനിക്ക് കിട്ടാനുണ്ട്, ഒരുപാട് പേരാണ്ടിരിക്കുക. എന്നാൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ഞാൻ പറയാം, ഈ ആദ്യം ഞാൻ വൈറലായപ്പോൾ 25 മീഡിയാസൊക്കെ എൻ്റെ വീട്ടിൽ വന്നത്. നിങ്ങൾ കാശ് ചോദിക്കാൻ വീഡിയോക്കാരോട് നല്ല കാശിലാക്കാൻ പേരുടെ പോയ ആൾക്കാർ നല്ല കാശ് ചോദിക്കുന്നുണ്ട്. ഞാൻ റിവ്യൂവിന് കാശ് വാങ്ങിക്കുന്നില്ല. പേരുടെ വളർത്തി പേര് റിവ്യൂ നടത്തിയിട്ടുണ്ട്. ഞാൻ പേര് റിവ്യൂ നടത്തിയിട്ടില്ല. ഇൻ്റർവ്യൂവിന് കാശ് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാക്കാൻ? എനിക്ക് ഓൺലൈൻ മീഡിയക്കാർ ദേഷ്യമില്ല. കാരണം അവർക്ക് വളരെ ഫിനാൻഷ്യൽ പ്രോബ്ലമുണ്ട്. അതുകൊണ്ടാണ് അവർ എന്നെ കോമാളിയാക്കുകയും വളച്ചൊടിക്കുകയും ചെയ്ത. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ അങ്ങനെയല്ല. ഏഷ്യാനെറ്റ്, മനോരമ, 24 ന്യൂസ് ചാനലുകൾ ഇത്രയും വലിയ ചാനലുകാർ എൻ്റെ ഫോട്ടോ ഇട്ട് ഒരു ദിവസം മുഴുവൻ ട്രാൻസ്ജെൻഡർ കേസിൽ കൊണ്ടുവന്നു. അവർ കാണിക്കുന്ന ഗ്രീഡാണ്. ഓൺലൈൻ മീഡിയക്കാർ ബന്ധുവന്നിട്ട് ഓൺലൈൻ മീഡിയക്കാർ കാണിക്കുന്ന നീഡാണ്. ജീവിക്കാൻ വേണ്ടി അവർ കാണിച്ച പലതും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ജീവിക്കാൻ വേണ്ടിയാണ്, അല്ല സാറ്റിലൈറ്റ് വേണ്ടി ചെയ്യുന്ന അതല്ല. അവർക്ക് അത് മാറ്റി നിർത്തുക. അതായത്
ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് പാഷൻ ഉണ്ട്, ഭയങ്കര ഇഷ്ടമുണ്ട് ഒരു കാര്യത്തിനോട്, അല്ലെങ്കിൽ പാഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെ പറയാം. പക്ഷെ അയാൾക്ക് അത് മുന്നോട്ട് പോകണമെങ്കിൽ അയാൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ആൾക്ക് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനൊക്കെ പണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. പണം ലൈഫിൽ ഫാക്ടറാണ്. പണം ഇമ്പോർട്ടൻ്റ് ആണ്. പണം മാത്രമല്ല ജീവിതം പണം മാത്രമല്ല. എത്രയോ ലവ് മാരേജ് അവർ പ്രണയം മാത്രം നോക്കി കല്യാണം നോക്കാതെ കല്യാണം ചിട്ടാ ജീവിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? എത്രയോ ലവ് മാരേജ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു കേരളത്തിൽ ഒരു 60, 70 അല്ല 80% ആൾക്കാരും വിദേശത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന എത്ര ശതമാനം ആൾക്കാർ കേരളത്തിൽ? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ്. വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ്. ഇവിടെ വളരെ ചുരുക്കം ആൾക്കാരാണ് നമ്മുടെ കഴിവുള്ള ഫീൽഡിൽ എത്തുന്നത്. മിക്കവരും അവരുടെ കഴിവുള്ള ഫീൽഡിലല്ല എത്തുന്നത്. നമ്മുടെ കഴിവുള്ള ഫീൽഡിൽ എത്തുകയാണെങ്കിൽ നമ്മൾ വർക്ക് എൻജോയ് ചെയ്യും, സമൂഹത്തിൽ പ്രൊഡക്ടിവിറ്റി കൂടും. ഇവിടെ വളരെ ഒരു ടെണ്ടുൽക്കർ, ഒരു മോഹൻലാൽ, ഇങ്ങനെ കുറച്ച് പേരാണ് അവർക്ക് കഴിവുള്ള ഫീൽഡിൽ എത്തുന്നത്. അത് ഭാഗ്യം കൊണ്ടാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. പറയുമ്പോൾ കഴിവുള്ള ഫീൽഡിൽ എത്തുന്നതിനുപരി നമുക്ക് കഴിവുള്ള ഫീൽഡിലേക്ക് ട്രൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ പാഷനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമാണ്. പണത്തേക്കാൾ വിദ്യാഭ്യാസ രീതി കുഴപ്പം. കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രൊഫഷൻ എൻ്റെ പാഷനും സെയിം ആണ്. സിനിമയാണ് എൻ്റെ പ്രൊഫഷൻ, സിനിമയാണ് എൻ്റെ പാഷൻ. ഇപ്പം ഞാനും ചെയ്യുന്നതാണ്. ഫിലോസഫിയും സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടും എൻ്റെ പാഷനാണ്. പക്ഷെ അത് കുറച്ചൊരു ഭാഗ്യവും നമ്മൾ തീരുമാനിക്കും പോലെയാണ്. പലർക്കും അത് പറ്റില്ല. ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ് ആഗ്രഹം. പക്ഷേ എടുത്തൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, കാരണം ജോലി കിട്ടാൻ വേണ്ടി. അപ്പോൾ പണം ഫാക്ടറാണ് ലൈഫിൽ, ഒരു സംശയമില്ല. ഭയങ്കര പണമുള്ളവർക്ക് എന്തും ചെയ്യാം, ഇഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്യാം, ഇഷ്ടമുള്ള കാര്യം. പ്രണവ് മോഡൽ നടക്കുന്നു, ഫ്രീ ആയിട്ട് നടക്കും. എന്തുകൊണ്ട്? മോഡൽ കാശിലായുണ്ട്. മോഡൽ നടക്കാൻ പറ്റുമോ? മോഡൽ ഈ യാത്ര ചെയ്യണം, ബുക്ക് ചെയ്യണം വിചാരിച്ച ആലോചിച്ചു. പുള്ളിയുടെ അവിടെ കാശില്ലായിരുന്നു. പ്രണവ് പോകാൻ പറ്റാൻ എന്തുകൊണ്ടാണ്? പ്രണവിൻ്റെ അവിടെ കാശുണ്ട്. കാശ് ഫാക്ടർ തന്നെയാണ്. പക്ഷെ കാശ് മാത്രമല്ല ജീവിതം. എന്നാലും ഈ പറയുന്ന പ്രണവ് എന്ത് സിമ്പിൾ ലൈഫിൽ ലീഡ് ചെയ്യണം, എന്ത് ലക്ഷറിയസ് ആയി പുള്ളിക്ക് ലീഡ് ചെയ്യാം, ചെയ്യുന്നതല്ലോ സിമ്പിൾ ലൈഫിൽ ലീഡ് ചെയ്യണം. പണം ജീവിതത്തിൽ ഫാക്ടർ തന്നെയാണ്. അവരിപ്പോൾ കാർൾ മാർക്സും എല്ലാവരും പറഞ്ഞ കറക്റ്റാണ്. ജീവിക്കണമെങ്കിൽ പണം വേണം. പക്ഷെ പണം മാത്രം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങൾ പോവും, എല്ലാം പോവും. ഒരു മിനിറ്റ് കേട്ടോ. ക്യാഷ് ഈസ് പവർ പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, ഒരു മിനിറ്റ്.